കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസുമതി, ഇങ്ങനൊരു വിചാരണയുടെ ആവശ്യമുണ്ടോ? ഉണ്ട് രാഘവൻ നായരെ. ഇതെന്റെ കുടുംബത്തിന്റെ മാനത്തിന്റെ പ്രശ്നം. ഇവർക്ക് രണ്ടാൾക്കും ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയാ സത്യഭാമേ ഞാൻ കാത്തിരുന്നത്. നീ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ദിവസത്തിനു വേണ്ടി. ഇന്നലെ വരെ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന നീ തന്തയാരാന്നറിയാത്തൊരു കുഞ്ഞിനെ മകള് പ്രസവിക്കുന്നതോടുകൂടി സമൂഹത്തിന് മുന്നിൽ പരിഹാസപാത്രമാകും. ഇന്നലെ വരെ നീതിനിഷ്ഠമായ വിധി തീർപ്പുകൾ നടത്തിയിരുന്നവളെ കണ്ട് നാട്ടുകാര് പരിഹസിച്ച് ചിരിക്കും. ഇരുളിന്റെ മറവിൽ ഈ കഥകിലൊരു മുട്ട് കേട്ടാലും സംശയിക്കണ്ട, മകളെ തേടി ആരെങ്കിലും വന്നതായിരിക്കും. നോ അടക്കടാ. വാടാ. ഒരു നിമിഷം നിൽക്കണം. ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ. സത്യഭാമ ഇനി കരഞ്ഞ് കാല് പിടിച്ചാലും ഇവളെ എന്റെ വീട്ടിൽ കയറ്റൊന്ന് കരുതണ്ട. ഭാമേ, വേണ്ട. സത്യഭാമയുടെ വീട്ടിൽ വന്ന് ഇത്രയും കുറച്ചിട്ട് നീ അങ്ങനെ വെറുതെ പോയാലോ വസുമതി? എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ നാവിനി അനങ്ങില്ല. നിലാവട്ടം മാത്രമുള്ള നിന്റെ ഈ തലയിലേക്ക് ഒരു ബുള്ളറ്റ് സമ്മാനമായി തരുക ഞാൻ, ചൂടോടെ. വേണ്ട ഭാമേ, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും കൊണ്ട് വസുമതി കുലുങ്ങില്ല സത്യഭാമേ. എനിക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ പടിയിറങ്ങി പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ നീ കാഞ്ചു വലിച്ചാൽ നേരെ മുകളിലേക്ക്. രണ്ടായാലും വസുമതി മാനം കെട്ട് ജീവിക്കില്ല. രണ്ടിലേത് നടന്നാലും നീ തന്നെയാ മാനം കെട്ട് ജീവിക്കാൻ പോകുന്നത്. അത് തന്നെയാ ശേഷിച്ച കാലം നിനക്കുള്ള ശിക്ഷയും. ആന്റി പൊട്ടിക്കുന്നുമില്ലല്ലോ. അടുത്തേക്ക് വരരുതാരും. മാനം കെട്ട് ജീവിക്കില്ല സത്യഭാമ. മരണം കൊണ്ടായാലും
ഞാൻ തന്നെ ജയിക്കും ബസുമതി. നീ എനിക്ക് മുന്നിൽ തോൽക്ക ഈ നിമിഷം. ആന്റി, വേണ്ട. സത്യമേ. എന്താ പ്രീതി പേടിച്ച്? ഏതോ സ്വപ്നത്തിലായിരുന്നെന്ന് തോന്നുന്നു. സ്വപ്നം ഏതായാലും അത്ര സുഖമുള്ളതല്ല. അതിന്റെ നെഗറ്റീവ് വൈബ്രേഷൻസ് ഈ മുഖത്ത് കാണാനുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താന്ന് നിങ്ങൾക്കൊക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം. വിഷ്ണുവേട്ടനെ ഞാനിങ്ങനെ തുറന്നു പറയുമെന്ന് പ്രീതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഇതുവരെ എനിക്ക് ഇക്കാര്യം തുറന്നു പറയാൻ നിവൃത്തിയില്ലായിരുന്നു. അബദ്ധത്തിലാണെങ്കിലും കല്യാണമാല ഒരു കഴുതയുടെ കഴുത്തിൽ അണിയിച്ചു പോയില്ലേ? പക്ഷേ പന്തിപ്പോ എന്റെ കാൽച്ചുവട്ടില. തട്ടിയിട്ട് തന്നത് അവള് തന്നെ, ആ ശാലിനി. ഇനി എനിക്ക് എന്തും പറയാം പ്രീതി. പ്രീതി വിചാരിക്കുന്നുണ്ടോ ശാലിനി ഗർഭിണിയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്ന്? ഒരു വാക്ക് കൊടുത്താലേ അത് ലംഘിക്കുന്നവരല്ല വിഷ്ണുവേട്ടനും ശാലിനി, പ്രാണം പോയാലും. അതുകൊണ്ട് ശാലിനി ഗർഭിണിയല്ല എന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അറിയാം. ഗർഭം നിനക്കാണെന്നോ? അത് ഈസിയായി തെളിയിക്കാമായിരുന്നു എനിക്ക്. അതിനുള്ള ശ്രമത്തിലുമായിരുന്നു. അപ്പോഴല്ലേ വമ്പൻ ട്വിസ്റ്റ് നടന്നത്. ഗർഭം അവൾ അങ്ങ് ഏറ്റെടുത്തു. അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്നും ആ നിമിഷം പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞാൻ. അതുകൊണ്ടാ നീ ആ ഗർഭിണിന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തർക്കം മുറുകി വന്നപ്പോ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇല്ലാത്ത ഗർഭം ശാലിനിയുടെ വയറ്റത്ത് തന്നെ കെട്ടിവെച്ച് കൊടുക്കുന്നതാ എനിക്കും ലാഭം. ശാലിനിയെ സപ്പോർട്ട് ചെയ്യുന്നൊഴികെ നിന്നോട് എനിക്ക് വേറെ ഒരു വൈരാഗ്യവും ഇല്ല പ്രീതി. എന്റെ ആജന്മ ശത്രു ശാലിനിയാ. അതുകൊണ്ട് ആ ഗർഭം അവക്ക് തന്നെ ഇരിക്കട്ടെ. അല്ല, ഇനി അതങ്ങനെ അല്ലാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല പ്രീതി. നീ അടക്കം ആർക്കും. ഭാമാൻറ്റിയുടെ പിസ്റ്റൽ ഫുൾ ലോഡഡ് ആണെന്ന് എപ്പോഴും ഓർത്തോണം. നീ കാണുന്ന സ്വപ്നം പോലും ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാവും നീ ഇപ്പൊ ആലോചിക്കുന്നത്. നീ മാത്രമല്ല, ഈ വീട്ടിലുള്ള സകല മനുഷ്യജീവികളുടെയും വികാര വിചാരങ്ങൾ ഇപ്പൊ എനിക്ക് കൈരേഖ പോലെ മനപ്പാടോ. നിന്റെ അമ്മയടക്കമുള്ളവരുടെ നിയന്ത്രണം ഈ വിരൽത്തുമ്പിലും.
അച്ഛാ, എന്താ ഇതിനൊരു പരിഹാരം? എനിക്കറിയില്ല മോളെ. അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ രണ്ടാൾക്കും ഉറക്കൊന്നുമില്ലേ? എങ്ങനെ ഉറങ്ങാനാ മോളെ? നാളത്തെ കാര്യം. അതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടണ്ട അച്ഛാ, നടക്കാനുള്ളതൊക്കെ നടക്കും. മോളെ, സ്വന്തം ജീവിതം കൊണ്ടാ നീ കളിക്കുന്നത്. അത് മറക്കണ്ട. ആ ഉമിത്തിയിൽ ഉരുകിക്കൊണ്ടിരിക്കുക ഞാൻ. എനിക്കിത് താങ്ങാനാവുന്നില്ല അച്ഛാ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട പ്രീതി. പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് ഇതേ വഴിയുള്ളൂ. മോളെ, ചീത്തപ്പേര് സ്വയം വിളിച്ചു വരുത്തിക്കാൻ നീ, അതും എന്റെ മോക്ക് വേണ്ടി. ഇന്ന് സുസ്മിത പറഞ്ഞത് നാളെ നാട്ടുകാർ ഏറ്റു പറയും. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഞാനും അച്ഛന്റെ മോളല്ലേ. അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരെയാ നിന്റെ സ്ഥാനം. പ്രായത്തിൽ എളുപ്പമാണെങ്കിലും നിന്നീന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ നിന്നെ കൊണ്ടേ കഴിയുമോളെ. ഇതില് ത്യാഗത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല അച്ഛാ. ഓരോ സമയത്തും കടന്നു പോകേണ്ട വഴികൾ എന്തെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാ. ഒരേ ഒരു സങ്കടേ ഉള്ളൂ. വിഷ്ണുവേട്ടനോട് സത്യം തുറന്നു പറയാൻ പറ്റിയില്ല എനിക്ക്. ചങ്ക് പറിച്ചെടുത്ത സ്നേഹം അഭാവത്തിന് എന്നോട്. സത്യം വിഷ്ണുവേട്ടനോട് പറഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോ വിഷ്ണുവേട്ടൻ അറിയാതെ പറഞ്ഞു പോവും ഞാൻ ഗർഭിണിയല്ലെന്ന്. സംശയത്തിന്റെ മുനകളെല്ലാം പിന്നെ പ്രീതിക്ക് നേരെയാവും. ഒരു പരിശോധന സത്യാമ്മ ആവശ്യപ്പെട്ട ഒഴിഞ്ഞു മാറാൻ പറ്റുമോ പ്രീതിക്ക്? ഇപ്പോ 3 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്. അർജുനേട്ടൻ ഇവിടെ വന്ന് താമസിക്കുകയും പ്രീതിയുമായി ഒന്നിച്ച് കഴിയുകയും ചെയ്തെന്നറിഞ്ഞോ സത്യാമ്മ പൊറുക്കില്ല. ആ കുഞ്ഞിനെ വേണ്ടെന്ന് സത്യാമ്മ ഒരു തീരുമാനം എടുത്താലോ? ആ കുഞ്ഞിന് വേണ്ടിയാ, ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. 2 മാസം കൂടി കഴിഞ്ഞു ഒരു അബോർഷൻ നടക്കില്ല. അമ്മയുടെ സമ്മതത്തോടെ അല്ലാതെ അതിന് ശ്രമിച്ച അത് 2 ജീവനും ആപത്തുമാവും. പ്രീതിയുടെ ജീവന് ഭീഷണിയെന്ന് വന്ന സത്യാമ്മ അതിന് മുതിരില്ല. ആ ഒരു സമയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2 മാസത്തിന് ശേഷം ഞാൻ പറഞ്ഞോളാം, വിഷ്ണുവേട്ടനടക്കം എല്ലാവരോടും. അതുകൊണ്ട് 2 പേരും എനിക്ക് സത്യം ചെയ്തതാ, മറ്റാരും ഇതറിയില്ല എന്ന്. അച്ഛാ, പ്രീതി, ഇത് പ്രീതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാ, പ്രീതിയുടെ ജീവന്റെ പാതയ്ക്ക്. പ്ലീസ്.
ശാലിനിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ ആന്റി. അല്ലെങ്കിൽ അവള് പറയുന്ന ആന്റി കരുതുന്നുണ്ടോ? ആന്റി സത്യം പറയാൻ അനുവദിച്ചിരുന്ന സമയമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും അവക്ക് എന്തെങ്കിലും കുലുക്കമുണ്ടോ? മുറിയിൽ കയറി മൂടി പൊതിച്ചിരുന്ന പ്രശ്നം തീരോ? ആ, അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് വിഷ്ണുവേട്ടൻ സത്യം ചെയ്ത സ്ഥിതിക്ക് ആ കുഞ്ഞിന്റെ അച്ഛനാരാ? സത്യഭാമയുടെ മരുമകൾ അവിഹിത സന്തതിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ ആന്റിയുടെ മാനമല്ലേ പോന്നേ? കല്യാണത്തിന് മുമ്പോ പിൻപോ ഉള്ള ബന്ധമായാലും അവൾ ആ തെറ്റ് ആവർത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ സത്യഭാമയുടെ വീടിന്റെ പേരെന്താ? രക്തശുദ്ധി എന്നൊന്നുണ്ട് ആന്റി. ആന്റിയുടെ കുഞ്ഞിന്റെ മകൻ തന്നെ ആവണം ആന്റിയുടെ സ്വത്തിന്റെ അനന്തരാവകാശി. ശാലിനി വാ തുറക്കാത്ത സ്ഥിതിക്ക് ആ കൊച്ചിന്റെ തന്ത ആരാണെന്ന് നമുക്കൊരു നിശ്ചയം കിട്ടില്ല. വേണമെങ്കിൽ DNA ടെസ്റ്റ് നടത്താം. എന്നാലും ആളാരാണെന്ന് എങ്ങനെ അറിയും? വിഷ്ണുവേട്ടൻ്റെതല്ലെന്ന് ഉറപ്പിക്കാമെങ്കിലും അക്കാര്യം പുറത്തറിഞ്ഞാ നമുക്കല്ലേ മാനക്കേട്. ഇതൊന്നും ഒരു നിമിഷം വെച്ചോണ്ടിരിക്കാൻ പാടില്ല ആന്റി. നാളെ ആരുടെയെങ്കിലും തർക്കം തീർപ്പാക്കാൻ ചെല്ലുമ്പോഴേ അവര് ചോദിക്കും, സത്യാമ്മയ്ക്ക് ഒരു ന്യായവും ഞങ്ങൾക്ക് വേറൊരു ന്യായവും ആണോന്ന്. സത്യാമ്മയുടെ വീട്ടിൽ അന്യായവും അവിഹിതവും ഒക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന്. ഭാമേ, ശാലിനി അങ്ങൊന്നും ചെയ്യില്ല. ഇതൊരു വലിയ പ്രശ്നമായി ഊതി വീർപ്പിക്കണ്ട. ഇതൊരു നിസ്സാര സംഗതിയാണെന്നാണോ അങ്കിള് പറയുന്നത്? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആവുന്നത് സ്വാഭാവികം. പക്ഷെ ഭർത്താവുമായി അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ സത്യം എന്താന്ന് അറിയണ്ടേ? നിൽക്ക്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? സത്യം പറയാൻ ഞാൻ നിനക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. നിനക്ക് തോന്നുന്ന സമയത്ത് പറയാമെന്നതോ ഒരിക്കലും പറയാതിരിക്കാമെന്നതോ നിന്റെ തീരുമാനമാണ്. പക്ഷേ നിന്റെ തോന്നിയവാസം ഈ സത്യഭാമയുടെ വീട്ടിൽ നടക്കില്ല. തന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയേണ്ടത് സ്ത്രീയാണ്. അവൾക്ക് മാത്രമാണ് അതിനുള്ള അവകാശം. അവൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരാണോ അതാണ് അച്ഛൻ. പക്ഷേ ഞാൻ എത്ര ചോദിച്ചാലും നിന്റെ ചൂണ്ടുവിരൽ ഉയരില്ലെന്നും നിന്റെ വായിന്നൊരു മൊഴിമുത്ത് വീഴില്ലെന്നും എനിക്കറിയാം. പക്ഷേ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം ശാലിനി. ആള് വരുന്നുണ്ട് നിന്റെ വാതുറപ്പിക്കാൻ. ആ ആൾക്ക് മുന്നിൽ നുണ പറയാനാവില്ല നിനക്ക്. ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾ, നിന്റെ ദൈവം. അമ്മ, അതേടി, ശാരദ തന്നെ. ആർക്ക് മുന്നിൽ തുറന്നില്ലെങ്കിലും നിന്റെ വാ അവർക്ക് മുന്നിൽ തുറക്കുമെന്ന് എനിക്ക് അറിയാടി.